طيبا مباركا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهل أتاك حديث موسى إذ رأى نارا فقال لأهله امكثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ കഥ പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ചില പാഠങ്ങളെക്കുറിച്ചാണ്, ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വിശദമായും വിശാലമായും ആ ചരിത്രം ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതറിയുക എന്നത് നമ്മുടെ ജീവിതത്തിന് ഏറെ അനിവാര്യമായ ഒരു സംഗതി തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സാഹചര്യങ്ങൾ, ഇതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ പകച്ചു പോവാറുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ, ആരോടാണ് പറയേണ്ടത് എന്നറിയാതെ നമ്മളൊക്കെ ജീവിതത്തിൽ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടാറുണ്ട്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ സ്വന്തം നിലക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ തെറ്റാവാറുണ്ട്. അത് വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. ചിലപ്പോൾ അത് ശിർക്ക് അടക്കമുള്ള വലിയ കുറ്റകൃത്യങ്ങളിലേക്കും എത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന പാഠങ്ങൾ, ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നത് ഒരു കഥ കേൾക്കുക എന്ന ലാഘവത്തോടു കൂടിയല്ല. ഈ സംഭവങ്ങളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളുമായും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായും വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ്. പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്. അമാനുഷികമായ ശക്തികളുള്ള ഒരു മനുഷ്യനപ്പുറം ജീവിക്കുന്ന ആളുകളല്ല പ്രവാചകന്മാർ. അങ്ങനെയാവുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുക എന്നത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല, അത് മനുഷ്യനല്ലാത്ത മറ്റാർക്കെങ്കിലുമേ സാധിക്കൂ എന്ന് ന്യായം പറയുമായിരുന്നു ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ച് ഭൂമിയിൽ നമുക്ക് ജീവിച്ച് കാണിച്ചു തരാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരായി അവതരിപ്പിച്ചത്
നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യരെയാണ്. ആ മനുഷ്യർക്ക് അല്ലാഹു തആല വഹയ് നൽകി. ആ വഹയിൻ്റെതായ സവിശേഷതകൾ പിന്നീട് അവരിൽ ഉണ്ടാവുകയാണ്. ആ പ്രവാചകന്മാർ നമ്മളെപ്പോലെ സങ്കടങ്ങളുള്ളവരും വേദനയുള്ളവരും പ്രയാസമുള്ളവരും നിരാശയുള്ളവരും ആഗ്രഹമുള്ളവരും നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ പോലെ ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരും വിശക്കുന്നവരും ഒക്കെയായിരുന്നു. അവർ ഉറക്കമുള്ളവരായിരുന്നു. അവർക്ക് നമ്മളെപ്പോലെ ആശങ്കകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ഉള്ളവർ തന്നെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഭൂമിയിൽ പൂർണ്ണമായി നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത്. പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മളെ കൊണ്ട് കഴിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ച് പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞ മറുപടി, പ്രവാചകന്റെ ജീവിതം കാന ഖുലുഖുഹു ഖുർആനൻ. പ്രവാചകന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ആ ഖുർആൻ എങ്ങനെയാണോ ജീവിക്കാൻ നിർദ്ദേശിച്ചത്, എന്തൊക്കെയാണോ വിലക്കിയത്, എന്തൊക്കെയാണോ അനുവദിച്ചത്, അതുപ്രകാരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ ചരിത്രത്തിലെ ഒരു ഭാഗം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കാവുന്ന ഭാഗങ്ങളല്ല. പ്രത്യേകിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഫിറഔനിൻ്റെയും ഒക്കെ ചരിത്രം പറയുമ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തെ അങ്ങനെ തന്നെ അക്ഷരം പ്രതി കൊത്തിവെച്ചതുപോലെ നമുക്ക് തോന്നും. ലോകത്തെ അതിക്രമകാരികളായ രാജാക്കന്മാർ, ഭരണാധികാരികൾ, ആ നാട്ടിലെ ദുർബല വിഭാഗങ്ങളോട് അവർ കാണിക്കുന്ന അതിക്രമങ്ങൾ, എത്രയേറെ ലോകം പുരോഗതി നേടിയിട്ടും എന്തൊക്കെ സാങ്കേതികമായ വലിയ മാറ്റങ്ങൾ ലോകത്തുണ്ടായിട്ടും എന്തൊക്കെ വലിയ അറിവും വലിയ സംവിധാനങ്ങളും ഉണ്ടായിട്ടും അടിസ്ഥാനപരമായി മനുഷ്യന്റെ ചിന്തകളിൽ ഇപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും വേഷത്തിൻ്റെയും ദേശീയതയുടെയും ഒക്കെ പേരിൽ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരായിട്ടുണ്ട്, ദുർബലർ കൂടുതൽ ദുർബലരാക്കപ്പെട്ടിട്ടുണ്ട്. ആ സംഗതികളൊക്കെ ഇന്നത്തെ ലോകത്തും കൃത്യമായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരും പെരുമയൊക്കെ മാറുന്നു എന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് അതിലൊന്നും മാറ്റങ്ങളില്ല. അതുകൊണ്ട് തന്നെ കഥ എന്ന് പറഞ്ഞ്, ചരിത്രം എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന വായിക്കുന്ന പല സംഗതികളും വർത്തമാനത്തിന്റെ വർത്തമാനങ്ങളാണ് എന്നത് നമ്മൾ മറക്കരുത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ ഒരാദ്യ ഭാഗമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന്റെ ജനനം, അദ്ദേഹം ജനിക്കുന്ന കാലഘട്ടത്തിലെ സാമൂഹ്യ അവസ്ഥ, അള്ളാഹു അദ്ദേഹത്തെ ഫറോവയുടെ കൊട്ടാരത്തിലെത്തിക്കുന്നത്, പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നാഴികകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ആ നാൾ വഴികളാണ് ഖുർആൻ ഓരോ ആയത്തുകളിലൂടെ വിട്ടുപോകാതെ നമ്മളെ പഠിപ്പിച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചു. 8 വർഷം അല്ലെങ്കിൽ 10 വർഷം പെൺകുട്ടിയുടെ പിതാവിന്റെ ആടുകളെ സംരക്ഷിക്കാമെന്ന ആ മഹർ നിശ്ചയിച്ചുകൊണ്ടാണ്, ആ കരാറിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിവാഹം നടക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ കേട്ടത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുവരെ പ്രവാചകനല്ല. അദ്ദേഹം ഒരു പ്രവാചകത്വം ലഭിച്ചിട്ടില്ലാത്ത, എന്നാൽ അള്ളാഹു അറിവും വിവേകവും കൊടുത്ത ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം. കല്യാണം കഴിഞ്ഞ് തൻ്റെ ഭർത്തൃപിതാവിന് അദ്ദേഹം നൽകിയ വാക്ക്, ഞാൻ ഇത്ര വർഷം, അത് 8 or 10 പല അഭിപ്രായങ്ങൾ, എന്തായാലും ആ വാക്ക് പൂർത്തിയാക്കി പിന്നെ അദ്ദേഹം അവിടെ തങ്ങുന്നില്ല. അദ്ദേഹം തൻ്റെ ഭാര്യയും കൂട്ടി പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ പിന്നീട് സംഭവിക്കുന്ന സംഭവങ്ങൾ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്, വഹൽ അതാക ഹദീസു മൂസ, വഹൽ അതാക ഹദീസു മൂസ, മൂസയുടെ വർത്തമാനം നിങ്ങൾക്ക് എത്തിയിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഇത് ഒരു ചുരുക്കി പറയാം. ഇത് മൂസാ നബിയുടെ കഥ അങ്ങനെ പറഞ്ഞ് വിശാലമായി പോകുന്ന ഒരു ചരിത്രമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയും കൊണ്ട് സഞ്ചരിക്കുമ്പോൾ രാത്രിയിൽ ദിശയറിയാതെ ഒരു മരുഭൂമിയിൽ എത്തുന്നുണ്ട്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ദിശയിലാണ് പോകേണ്ടത്, എവിടെയാണ് വഴി എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ലാതെ ആ മരുഭൂമിയിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. അവിടെ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്, ഇത് റആ നാറൻ, അദ്ദേഹം നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുന്നിൻ്റെ ചെരുവിൽ ഒരു കുറ്റിച്ചെടിക്ക് സമീപം അദ്ദേഹം ഒരു തീ കാണുകയാണ്. അവിടെ ഇങ്ങനെ വിജനമായ സ്ഥലത്ത് തീ കത്തുന്നത് കാണുകയാണ്.
ഫഖാല ലിഅഹ്ലി, അപ്പൊ അദ്ദേഹം തന്റെ ഭാര്യയോട് പറയണേ, ഇംകുസു, ഇവിടെ നിൽക്ക്, നീ ഇവിടെ നിൽക്ക്, ഇന്നി ആനസ്തു നാറൻ, അവിടെ കുറച്ച് തീ കാണുന്നുണ്ട്, ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദാ, അവിടെ എന്തോ തീ കത്തുന്നത് കാണുന്നുണ്ട്, നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കട്ടെ, ചിലപ്പോ ആ തീ കത്തിച്ചിടത്ത് മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടാവാം, എങ്കിൽ അവരോട് ചോദിക്കാലോ ഏത് ദിശയിലേക്കാണ് നടക്കേണ്ടതെന്ന്. ഇനി ആരെയും കണ്ടില്ലെങ്കിൽ ലഹല്ലി ആതീകും ബിഖബസിൻ, ഞാൻ ഒരു തീയുടെ ഒരു കൊള്ളിയുമായിട്ട്, നമ്മൾ ചൂട്ടുണ്ടാക്കി പോകില്ലേ, അതേപോലെ ഒരു തീക്കൊള്ളിയുമായിട്ട്, ഒരു തീജ്വാലയുമായിട്ട് ഞാൻ വരാം, നീ ഇവിടെ നിൽക്കൂ. അദ്ദേഹം പോവാണ്. തൻ്റെ ഭാര്യയെ അവിടെ നിർത്തിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുന്നിൻ ചെരുവിലേക്ക് നടന്നു കയറുമ്പോൾ ഫലമ്മാ അതാഹ നൂദിയ യാ മൂസ, അദ്ദേഹം ആ കുന്നിന്റെ ചെരുവിലെത്തിയപ്പോ അവിടെ ഒരു അശരീരി ഉണ്ടായി. നൂദിയ എന്ന് പറഞ്ഞാൽ ആരാണ് വിളിച്ചതെന്നറിയാത്ത ഒരു വിളി, അതിനെയാണ് നമ്മൾ അശരീരി എന്ന് പറയാ. നൂദിയ, എന്താണ് ആ അശരീരി? യാ മൂസ, മൂസ. ആ പർവ്വതത്തിന്റെ ചെരുവിൽ, ആ ശൂന്യതയിൽ ഒരു അശരീരി ഉണ്ടാവുകയാണ്. ആ അശരീരി ഏ മൂസ വിളി. ഇന്നി അന റബ്ബുക ഫഖ്ലഅ നഅലൈക ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവ. ഇന്നി അന റബ്ബുക, ഞാൻ നിന്റെ രക്ഷിതാവാണ്. ആ അശരീരിയാണ് പറയുന്നത്, ഇന്നി അന റബ്ബുക, ഞാൻ നിന്റെ രക്ഷിതാവാണ്. ഫഖ്ലഅ നഅലൈക, നീ നിന്റെ കാലിലെ ചെരുപ്പുകൾ അഴിച്ചു വെക്ക്. ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവ, നീ ഇപ്പോൾ നിൽക്കുന്നത് വിശുദ്ധമായ തുവ താഴ്വരയിലാണ്. നീ ഇപ്പോൾ നിൽക്കുന്നത് വിശുദ്ധമായ തുവ താഴ്വരയിലാണ്. അതുകൊണ്ട് നിന്റെ ചെരുപ്പുകൾ നീ അഴിച്ചു വെക്ക്. വിശുദ്ധമായ ഒരിടത്തേക്ക്, ബഹുമാനിക്കപ്പെടേണ്ട ഒരിടത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക എന്നത് അതൊരു മര്യാദയാണ്. വിശുദ്ധ കഅബാലയത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ചില ആളുകൾ അങ്ങനെ പുറത്ത് ധരിക്കുന്ന ചെരുപ്പുകൾ ഇട്ടുകൊണ്ട് തന്നെ അവരങ്ങനെ തവാഫും നിസ്കാരവും സഅയും ഒക്കെ. അപ്പൊ ചെരുപ്പ് അഴിച്ചു വെക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നതാണ് ന്യായീകരണം. എപ്പോഴും ബഹുമാനിക്കപ്പെടേണ്ട ഒരിടത്ത് ചെരുപ്പഴിച്ചു വെക്കുക എന്നത് അതിൻ്റെ ഒരു മര്യാദയാണ്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹ് പറയാണ്, നീ നിൽക്കുന്നത് തുവാ താഴ്വരയിലാണ്, അതുകൊണ്ട് നിന്റെ ചെരുപ്പ് ആ അവസ്ഥകൾ നോക്കണം. പാതിരാത്രിയിലാണ്, ഇരുട്ടത്താണ്, വഴിയറിയാത്തപ്പോഴാണ്, ഭാര്യയെ അപ്പുറത്ത് നിർത്തി പോന്നതാണ്. നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ ഞാൻ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫസ്തമിഅ, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ലിമാ യുഹ, ഞാൻ നിനക്ക് നൽകുന്ന ഈ ദിവ്യബോധനം നീ ശ്രദ്ധിച്ച് കേൾക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി കിട്ടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. സമൂഹത്തിൽ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചാരണമുണ്ട്. ഒരു വ്യക്തി എങ്ങനെയാണ് പ്രവാചകനാകുന്നത്? പലപ്പോഴും ചില ആളുകളൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടി എഴുതാറുണ്ട്. സ്വന്തം നാട്ടിലെ തിന്മകളിൽ മനസ്സു നൊന്ത് തൻ്റെ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ നന്നാക്കാമെന്നാലോചിച്ച് തലപുകഞ്ഞിരിക്കുമ്പോൾ ആ പ്രവാചകന്മാരുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളാണ് മതം എന്നൊരു പ്രചാരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ പോയി ഇരുന്നത് പോലും തൻ്റെ നാട്ടിലെ ആളുകളുടെ ജീർണിതമായ ജീവിതത്തെ എങ്ങനെ മാറ്റിയെടുക്കാം, അതിനെന്ത് ഉപായം, എന്ത് മാർഗം ലഭിക്കും എന്നന്വേഷിച്ചുകൊണ്ട് പോയതാണ് എന്നൊക്കെ എഴുതി വെച്ചതും വായിച്ചതുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവാം. സത്യത്തിൽ ഒരു പ്രവാചകനും അദ്ദേഹം പ്രവാചകനാണ് എന്ന് അല്ലാഹു തആല അറിയിക്കുന്നത് വരെ ഒരു പ്രവാചകനും ആ പ്രവാചകത്വം കൊതിക്കുകയോ ആ പ്രവാചകത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ധാരണയുമില്ലാതെ അദ്ദേഹം തന്റെ ഭാര്യയുമായി സഞ്ചരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന, വനഖ്തർതുക ഫസ്തമിഅ ലിമാ യുഹ. ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ നിനക്ക് ബോധ്യം നൽകുന്ന സംഗതി ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. അദ്ദേഹത്തിന് അള്ളാഹു നൽകുന്ന ആദ്യത്തെ വഹിയാണത്. എന്താ നിങ്ങൾ? ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അല്ലാഹ്. ഇന്നനി അനല്ലാഹ്, തീർച്ചയായും ഞാനാകുന്നു അല്ലാഹു, ഞാൻ അല്ലാഹു ആകുന്നു. ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ അല്ലാത്ത ഒരു ആരാധ്യൻ, നിങ്ങളുടെ ആരാധനകൾക്ക് അർഹനായ ഞാൻ അല്ലാത്ത ഒരു ഇലാഹ് ഇല്ല. ഫഅ്ബുദ്നി, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കുന്നതിന് വേണ്ടി, മറക്കാതിരിക്കാൻ വേണ്ടി നമസ്കാരം കൃത്യമായി നിലനിൽക്കുകയും വേണം.
എന്നിട്ട് അള്ളാഹു പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ ഖിയാമത്ത് നാളിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പൊ നോക്കൂ, നിങ്ങൾ നമ്മുടെ ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അശരീരി കേട്ടാൽ നമ്മുടെ മാനസികാവസ്ഥ എന്താവും? ആ കേട്ടത് എന്താണ്? അതാരാ പറഞ്ഞത്? അത് മുമ്പ് ഇങ്ങനെ അറിവുള്ള ഒരു കാര്യമല്ലല്ലോ, ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമല്ലേ. ആ അനുഭവം മൂസാ നബിയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? നോക്കൂ, അല്ലാഹു തആല മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, വമാ തിൽക ബിയമീനിക യാ മൂസ, വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസ, നിന്റെ വലത് കയ്യിൽ എന്താണ്? അപ്പൊ മൂസാ നബിയുടെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവും. അദ്ദേഹം ആട്ടിടയനാണ്. ഒരാട്ടിടയന്റെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവണം. ആ വടി അദ്ദേഹം തന്റെ ഭാര്യയുടെ കൂടെ പോകുമ്പോഴും ആ വടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അള്ളാഹു ചോദിക്കുക, വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസ, നിന്റെ വലത് കയ്യിൽ എന്താ ഉള്ളത്? ഖാല, മൂസാ നബി നിഷ്കളങ്കമായ മറുപടി, ഹിയ അസായ, അതെന്റെ വടിയാണ്. അതവക്കഉ അലൈഹ, അതിങ്ങനെ കുത്തിപ്പിടിച്ച് അതിമങ്ങനെ ഊന്നി നിൽക്കാൻ വേണ്ടി കുറെ നടക്കുമ്പോഴേ ക്ഷീണിക്കുമ്പോ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഊന്നി നിൽക്കാൻ വേണ്ടി ഞാൻ ഈ വടി ഉപയോഗിക്കാറുണ്ട്. വഅഹുശ്ശു ബിഹാ അലാ വനമി, ആടുകളെ മേക്കുമ്പോ മുകളിലെ മരക്കൊമ്പുകളിലുള്ള ഇല എൻ്റെ ആടുകൾക്ക് അടിച്ചു കൊഴിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ വടി ഉപയോഗിക്കാറുണ്ട്. ഇടയന് ആ രണ്ടാവശ്യങ്ങൾക്ക് വടി, ഒന്ന് കുത്തിപ്പിടിച്ച് നിൽക്കാനും മറ്റൊന്ന് തൻ്റെ ആടുകൾക്ക് തീറ്റ കൊടുക്കാനും ആ വടി ഞാൻ ഉപയോഗിക്കാറുണ്ട്. വഅഹുശ്ശു ബിഹാ അലാ വനമി വലി ഫിഹാ മആരിബു ഉഖ്റ, ഇതുകൊണ്ട് വേറെയും എനിക്ക് കുറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. മൂസാ നബി ആ വടിയെ കുറിച്ച് പറയാൻ. ഖാല, അപ്പൊ അള്ളാഹു മൂസാ നബി പറയണേ, അൽഖിഹാ യാ മൂസ, അൽഖിഹാ യാ മൂസ. മൂസ, നീ ആ വടി ഒന്ന് താഴെയിട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലം ഫഅൽഖാഹാ, അദ്ദേഹം ആ വടി താഴെയിട്ടപ്പോ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, ആ താഴെയിട്ട വടി ചലിക്കുന്ന എഴഞ്ഞു പോകുന്ന ഒരു പാമ്പായിട്ട് മാറി. തോന്നുകയല്ല, അങ്ങനെ ഒരു പാമ്പായിട്ട് മാറി. ഹയ്യത്തുൻ തസ്ആ. ഖാല, സ്വാഭാവികമായി മൂസാ നബി പേടിച്ചപ്പോ ഖാല, അല്ലാഹു തആല പറഞ്ഞു, ഖുദ്ഹാ വലാ തഅഫ്, ഖുദ്ഹാ വലാ തഖഫ്, പേടിക്കണ്ട, അതെടുത്തോളൂ. മൂസാ നബി ആ വടി തന്റെ കയ്യിലെടുത്തപ്പോ സനുഈദുഹാ സീറത്തഹൽ ഊലാ, അതതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് മാറി, അഥവാ അതൊരു വെറും വടിയായി മാറി. തീർന്നില്ല. വഗ്മും യദക ഇലാ ജനാഹിക, നിന്റെ കയ്യിൽ നിന്റെ കക്ഷത്തിലേക്ക് നീ ചേർത്ത് വെക്കുക. തഖ്റുജു ബൈളാ, അതങ്ങനെ പ്രകാശിക്കുന്നത് പോലെ ആ കൈ ഇങ്ങനെ തന്റെ കക്ഷത്തോട് ചേർത്ത് വെച്ച് ആ കൈ പുറത്തെടുക്കുമ്പോൾ ആ കൈ പ്രകാശിക്കുന്നു. മിൻ ഗൈരി സൂഇൻ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു പ്രയാസമില്ല, വേദനയില്ല, ചൂടില്ല, ഒന്നുമില്ല. ആ കൈ അങ്ങനെ പ്രകാശിക്കുക, വെളിച്ചം വരിക. ആയത്തൻ ഉഖ്റ, തൻ്റെ രണ്ടാമത്തെ ദൃഷ്ടാന്തമായിട്ട് അല്ലാഹു തആല മൂസാ നബിക്ക് കാണിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരണം. താൻ പ്രവാചകനാണ് എന്ന് ജനങ്ങളോട് പറയുമ്പോൾ അത് നിഷേധിക്കുന്ന ജനങ്ങൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കാൻ കയ്യിൽ തെളിവുണ്ടാവണം. ഈ കാര്യങ്ങൾക്കാണ് നമ്മൾ മുഅ്ജിസത്ത് എന്ന് പറയാം. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധ്യമാവാത്ത സംഗതികളാണ് മുഅ്ജിസത്ത്. മിക്കവാറും എല്ലാ പ്രവാചകന്മാർക്കും മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ പ്രവാചകന്മാരെ അതത് നാട്ടിലെ ആളുകൾ നിരാകരിച്ചിട്ടുണ്ടോ ആ ആളുകൾക്ക് ഇത് പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള അടയാളങ്ങൾ. ഈ മുഅ്ജിസത്തുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അതത് കാലഘട്ടത്തിലെ ആളുകൾ ഏത് കാര്യത്തിലാണോ കൂടുതൽ നൈപുണ്യരായിട്ടുള്ളത് ആ കാര്യത്തിലായിരിക്കും ആ പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് ഉണ്ടാവുക. മനസ്സിലായിട്ടുണ്ടാവില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ജാലവിദ്യ, മാന്ത്രിക വിദ്യ, ഒരു പൊടി ആനയാക്കി മാറ്റുന്ന, ആനയെ പൊടിയാക്കി മാറ്റുന്ന ജാലവിദ്യയുടെ, ഇന്ദ്രജാലത്തിന്റെ വല്ലാത്തൊരു കാലം. പല കഴിവുള്ള പല മജിഷ്യന്മാരും അതേപോലെ കഴിവുള്ള പല ആളുകളും ആ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കലയിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അള്ളാഹു മൂസാ നബിക്ക് ഒരു മുഅ്ജിസത്ത് കൊടുക്കുകയാണ്. ഇവിടെ വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, നാം നിങ്ങളെ കൊണ്ടാവുമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്യും. മനുഷ്യർക്ക് ബോധ്യപ്പെടുത്താൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അറബ് സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ്. ഇന്നും
നമ്മുടെ കോളേജുകളിലൊക്കെ അറബ് സാഹിത്യം പഠിക്കുന്ന ആളുകൾ ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ അവർ ചെന്നെത്തുന്നത് ആ കാലഘട്ടത്തിലെ കഥകളിലേക്കും കവിതകളിലേക്കും അന്നത്തെ രചനകളിലേക്കുമാണ്. സാഹിത്യത്തിൽ അതുല്യമായൊരു കാലമാണ്. അതുകൊണ്ട് ആ ജനതയെ അല്ലാഹു തആല പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെ മഹിമ അറിയിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥമായ അല്ലെങ്കിൽ ഗ്രന്ഥമായ ഈ ഖുർആനിലൂടെയാണ്. അള്ളാഹ് വെല്ലുവിളിച്ച്, നിങ്ങൾ അങ്ങനെ വലിയ കഴിവുള്ള ആൾക്കാരല്ലേ, സാഹിത്യത്തിലും ഭാഷയിലുമൊക്കെ വലിയ കരുത്തുണ്ട് എന്ന് പറയുന്നവരല്ലേ, ഇതുപോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരും. അവ പെട്ടെന്ന് മനസ്സിലാവും. എന്ത്? ആ പ്രഗത്ഭരായ ആൾക്കാർക്ക് വേഗം മനസ്സിലാവും ഇത് ഒരു മനുഷ്യന്റെ കഴിവല്ലട്ടോ, മനുഷ്യനെ കൊണ്ട് കഴിയില്ലട്ടോ. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കഴിവുമായിട്ട് ഫറോവയുടെ മുമ്പിലെത്തുമ്പോൾ അന്ന് ഫിർഔനും മൂസാ നബിയും തമ്മിൽ ഒരു എന്താ പറയാ ഒരു വാദപ്രതിവാദം നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. അവസാനം ഫിർഔൻ മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, നീ പ്രവാചകനാണ് എന്നതിന് എന്താണ് തെളിവ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ തെളിവ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് തെളിവ്? കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണിച്ചു കൊടുത്തപ്പോ ഫിർഔൻ എന്താ പറഞ്ഞാലോ, ഇത് മാജിക് അല്ലേ, ഇത് മാജിക് ആണ്, നിന്റെ ഈ മാജിക്കിനെ തോൽപ്പിക്കാൻ പറ്റിയ ആൾക്കാർ എന്റെ നാട്ടിലുണ്ട്, ഒരു മത്സരം നടക്കട്ടെ. നാട്ടിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് വലിയ ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ ആ നാട്ടിലെ പ്രഗത്ഭരായ കഴിവുള്ള മുഴുവൻ മാന്ത്രികന്മാരും വരുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ തുടങ്ങിക്കോളൂ, മത്സരം തുടങ്ങല്ലേ, നിങ്ങൾ തുടങ്ങിക്കോളൂ. അവർ അവരുടെ കയ്യിലുള്ള കയറും വടിയുമൊക്കെ നിലത്തിട്ടപ്പോ അവ പാമ്പ് എഴയുന്നത് പോലെ ഇങ്ങനെ തോന്നി. ആളുകൾ അത്ഭുതപ്പെട്ട്, കയറുകൾ പാമ്പാകുന്നു, വടികൾ പാമ്പാകുന്നു. മൂസാ നബി പോലും ഭയപ്പെട്ടു. ഇവരോട് എങ്ങനെയാണ് താൻ മത്സരിക്കുക? അല്ലാഹു തആല മൂസാ നബിയോട് പറയുന്നുണ്ട്, നീ നിന്റെ കയ്യിലെ വടി താഴെ ഇടുക. ആ വടി താഴെ ഇട്ടപ്പോ അതൊരു വലിയ പാമ്പായി മാറി, തോന്നിയതല്ല. അവിടെ മത്സരിച്ച മുഴുവൻ സാഹിര്യങ്ങൾക്കും മുഴുവൻ ഈ കലാകാരന്മാർക്കും ബോധ്യമായി, ഞങ്ങളത് കലയാണ്, കൺകെട്ടാണ്, അത് ചില മാന്ത്രിക വിദ്യകളുടെ ചില തട്ടിപ്പാണ്. പക്ഷെ മൂസാ നബിയുടെ വടിയായ പാമ്പുണ്ടല്ലോ, അത് ഒറിജിനലാ, അത് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല. അവർ മൂസാ നബിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളിതാ മൂസാ നബിയിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസാ നബി നമ്മളെ പഠിപ്പിച്ച അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യത്തിൽ അവരെ വെല്ലുവിളിക്കുമ്പോൾ അവർക്ക് അറിവുള്ള ഒരു കാര്യത്തിലാവണം, അവർക്ക് കഴിവുള്ള ഒരു കാര്യത്തിലാവണം ഈ വെല്ലുവിളി. ഒട്ടും കഴിവില്ലാത്ത ഒരാളോട് നമ്മൾ വലിയ ഒരു കാര്യത്തെക്കുറിച്ച് വെല്ലുവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു മോജിസത്ത് കൊടുക്കുമ്പോൾ ആ മോജിസത്ത് ആ നാട്ടിലെ ആളുകൾക്ക് ഏറ്റവും കഴിവുള്ള ഒരു വിഷയത്തിലേക്കാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ആളുകൾ വൈദ്യശാസ്ത്രത്തിൽ അപാരമായ കഴിവ് പ്രകടിപ്പിച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈസാ നബിക്ക് കൊടുത്ത മോജിസത്ത് എന്താണ്? മരിച്ചുപോയ ഒരാൾക്ക് ജീവൻ നൽകുക. അത് ഒരു വൈദ്യശാസ്ത്രത്തിനും സാധിക്കാത്ത കാര്യമാണ്. അതേപോലെ ജന്മന അന്ധനായ ഒരാളെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈകൊണ്ട് തടവുമ്പോൾ അയാളുടെ കാഴ്ച തിരിച്ചു കിട്ടുക. ഇന്നുവരെ ലോകത്ത് മരുന്നും ചികിത്സയും കണ്ടുപിടിക്കാത്ത വെള്ളപ്പാണ്ടുള്ള ആളെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൈകൊണ്ട് തടവുമ്പോൾ അദ്ദേഹത്തിന്റെ രോഗം മാറുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കണ്ടോ, ഇത് എൻ്റെ കഴിവാണോ? ഇത് മനുഷ്യന്റെ കഴിവാണോ? ഇത് എൻ്റെ പ്രവാചകത്വത്തിന് അള്ളാഹുവിന്റെ തെളിവാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ഈ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. എന്നിട്ട് ഈ രണ്ട് കഴിവുകളും മൂസാ നബിക്ക് കൊടുത്തിട്ട് അള്ളാഹു തആല മൂസാ നബിയോട് പറയണേ, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഇദ്ഹബ്, പോ, ഇനി നീ പോ, നിന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. ഇദ്ഹബ്, നീ പോ, ഇലാ ഫിർഔന, ഫിർഔന്റെ അടുത്തേക്ക് പോണം. ഇന്നഹു തഗാ, അവൻ വലിയ അക്രമിയാണ്. ഒരു രാജ്യത്തെ മുഴുവനും തൻ്റെ കാൽ കീഴിലിട്ട് ഉള്ളം കൈയിലിട്ട് അതിന്റെ ശക്തി കൊണ്ട് ജനങ്ങളെ ദുർബലരാക്കി ഭിന്നിപ്പിച്ച് വംശീയതയുടെ പേരിൽ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ആൾ. മാത്രല്ല, ഞാനാണ് അല്ലാഹു, അന റബ്ബുക, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഞാനല്ലാത്ത റബ്ബ് നിങ്ങൾക്കില്ല. ഞാനല്ലാത്ത ഒരു ഇലാഹിനെ ആരെങ്കിലും ആരാധിച്ചാൽ അവരെ ഞാൻ ജയിലിലടക്കും എന്ന് പറഞ്ഞ അക്രമി. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിക്രമകാരികളായ ചില ഭരണാധികാരികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതിൻ്റെയൊക്കെ മേലെയല്ലേ ഫിറൗൻ. നമ്മൾ വിചാരിക്കോ എന്താ പ്രശ്നം, അള്ളാഹിന്റെ ദീനിനു വേണ്ടി ഇറങ്ങാൻ പേടിയാ, അത് ഇറങ്ങിയാൽ അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ആ നഷ്ടം, ഈ നഷ്ടല്ലേ. നോക്കൂ നിങ്ങൾ, ആരുടെ മുമ്പിലേക്കാ മൂസാ നബി പോകേണ്ടത്? അല്ലേ, ഫിറൗന്റെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ടോ ആ
ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ഒരാൾ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ സത്യത്തിൽ ആ കാര്യം ഏറ്റെടുക്കും മുമ്പ് നമ്മൾ നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കണം. എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുമോ? പലപ്പോഴും ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നത് നമ്മൾ ആരാണ് എന്ന് ശരിക്കറിയാത്തതിൻ്റെ കാരണത്താലാണ്. കാരണം നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ ട്രോൾ ചെയ്യുന്ന ഒരു വാചകം ഉണ്ടല്ലോ, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെയല്ല അല്ലേ, പിന്നെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ കാണുന്നത് നിങ്ങളെയല്ല, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയാണ്. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? ഞാൻ എന്ന മനുഷ്യൻ പച്ചയായിട്ടല്ല നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്നെ നിങ്ങൾ കാണുമെന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കുറവുകൾ നികത്തിയിട്ട് എങ്ങനെ എൻ്റെ കുറവുകളെ മറച്ചു വെച്ച് നിങ്ങൾക്ക് മുമ്പിൽ വന്നു നിൽക്കാം, ആ രൂപത്തിലാണ് ഞാൻ വന്ന് നിൽക്കണേ. അതായത് എൻ്റെ ഒറിജിനൽ അല്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കാണുവാൻ വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ വന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം എന്നെ അതിന് അയാളെ പറ്റും, അദ്ദേഹത്തെ പറ്റും, ആ മൂപ്പറയിന് പറ്റും, മൂപ്പറായിക്കോട്ടെ. നമ്മൾ ചില ആൾക്കാരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിക്കും, നമ്മൾ ഏറ്റെടുക്കും ചെയ്യും. സാറല്ലേ, കുഴപ്പമില്ല, നേതാവാകാലോ, സ്ഥാനങ്ങൾ കിട്ടുമല്ലോ. സത്യത്തിൽ ഏതൊരു ഉത്തരവാദിത്വവും ഒരമാനത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നെ ഒരു ജോലി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രവാചകന്റെ കൂടെ ഒരുപാട് ചോദിച്ചു നടന്ന ഒരാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് ഒരു ഉത്തരവാദിത്തമാണത്. നീയാവട്ടെ ദുർബലനാണ്, നിനക്കത് നിർവഹിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ആരെയാണ് ഏൽപ്പിക്കാറ്? ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വേണ്ടപ്പെട്ടവരെയും. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊക്കെ കഴിവുകൾക്കും യോഗ്യതകൾക്കും പ്രധാനമില്ലാതെ ഇഷ്ടക്കാർക്ക് അവസരങ്ങളും അധികാരങ്ങളും കൊടുത്ത് അതൊക്കെ ആകപ്പാടം നാശാക്കി വൃത്തികേടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഉത്തരവാദിത്തം എന്നെ ഒരാൾ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് നല്ല ബോധ്യം ഉണ്ടാവണം, അത് നിർവഹിക്കാൻ എനിക്ക് പറ്റും. അത് നിർവഹിക്കുന്നിടത്തുണ്ടാകുന്ന ഏതൊരു അലംഭാവവും നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ട ഒരു കുറ്റകൃത്യമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കണം. എനിക്ക് എന്തൊക്കെ കുറവുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യാൻ എനിക്ക് പറ്റുമോ, അതിൻ്റെ കഴിവ് എനിക്കുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല അദ്ദേഹത്തെ പ്രവാചകത്വം ഏൽപ്പിക്കുമ്പോൾ വലിയ പേടിയോടുകൂടി അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമുക്കേറെ പരിചിതമായ പ്രാർത്ഥനയാണത്. അദ്ദേഹം പറഞ്ഞു, റബ്ബിശ്റഹ് ലി സ്വദ്രി, പടച്ചോനെ എന്നെ ഏൽപ്പിക്കപ്പെട്ട ഈ കാര്യം അത് നിർവഹിക്കത്തക്ക എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണേ റബ്ബേ. വയസ്സിർ ലി അംരി, അല്ലാഹുവേ എന്നെ ഏൽപ്പിച്ച കാര്യമുണ്ടല്ലോ ആ കാര്യത്തെ നീ എനിക്ക് എളുപ്പമാക്കി തരണമേ റബ്ബേ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിന് സംസാരിക്കാത്തിരി പ്രയാസല്ലേ, എൻ്റെ നാവിൻ്റെ കെട്ട് നീ അഴിച്ചു മാറ്റണമേ റബ്ബേ. യഫ്ഖഹു ഖൗലി, ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകാം. നോക്ക്, നിങ്ങൾ ഒരു മനുഷ്യൻ പച്ചക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ വലിയൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുന്നത്. ഫിറൗന്റെ അടുത്തേക്ക്, ഏതാ ഫിറൗൻ? ഒരു സാമ്രാജ്യത്തിന്റെ അധിപനും അതിക്രമിയായ ഞാനാണ് അല്ലാഹു ഇലാഹ്, എന്നെയല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ് എല്ലാ ജനങ്ങളും എന്നെ ആരാധിക്കണമെന്ന് നിയമമുണ്ടാക്കി എന്നെ ആരാധിക്കാത്തവരെ ജയിലിലടക്കുമെന്ന് നിയമമുള്ള രാജ്യത്ത് ചെന്നിട്ട് നീ അല്ല ഇലാഹ്, അല്ലാഹുവാണ് ഇലാഹ് എന്ന് പറയാൻ മൂസാ നബിയെ പറഞ്ഞേക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനാവശ്യമായ കരുത്ത് നേടുകയാണ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. തീർന്നില്ല, വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി, പടച്ചോനെ എന്നെ സഹായിക്കാൻ എൻ്റെ കൂട്ടിന് എൻ്റെ സഹോദരൻ ഹാറൂനെ കൂടി നീ എൻ്റെ കൂടെ നിശ്ചയിക്കണമേ. അങ്ങനെ അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ കേട്ട് അദ്ദേഹം ഫിറഔന്റെ അടുത്തേക്ക് ചെല്ലാൻ. നിങ്ങൾ രണ്ടാളും ഫിറഔന്റെ അടുത്തേക്ക് ചെല്ലൂ, അവൻ അതിക്രമികാരിയാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിക്രമകാരിയായ ഫിറഔന്റെ അടുത്തേക്ക് ചെന്നിട്ട് എങ്ങനെയാണ് അവനോട് സംസാരിക്കേണ്ടത്? വെല്ലുവിളിയോടുകൂടിയാണോ, ഭീഷണിയോടുകൂടിയാണോ, എങ്ങനെയാ സംസാരിക്കേണ്ടത്? ഫഖൂലാ, നിങ്ങൾ രണ്ടുപേരും പറയണം, ലഹു അവനോട്, ഖൗലൻ ലയ്യിനൻ, വളരെ സൗമ്യമായിട്ട്. അക്രമം, ആളക്രമിയാണ്, താന്തോന്നിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ ഫിറഔന്റെ അടുത്ത് എന്ന് നിങ്ങൾ സംസാരിക്കേണ്ട ഭാഷ എങ്ങനെയാ? നമുക്ക് പലപ്പോഴും നമ്മളെന്താ പറയാറോ,
ഓനോടൊന്നും അങ്ങനെ പറയാൻ പറ്റൂല. ഓനോടൊക്കെ പറയേണ്ട ഒരു ഭാഷ ഉണ്ട്, ആ ഭാഷയിലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? അതല്ലല്ലോ അള്ളാഹ് പറയണേ, ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, ശാന്തമായി സൗമ്യമായിട്ട് പറയണം. ലഅല്ലഹു യതദക്കറു, അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ അവനെ ചിന്തിപ്പിച്ചേക്കും. ഔ യഖ്ശ, അവന്റെ ഉള്ളിൽ റബ്ബിനെ കുറിച്ചുള്ള പേടി ഉണ്ടാക്കിയേക്കും. മൂസാ നബി പറയുന്നുണ്ട്, ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ, പടച്ചോനെ ഞങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവിടുന്ന് പോകുന്നത് അല്ലേ? ഫിറഔന്റെ കൊട്ടാരത്തിന് മൂസാ നബി പോകുന്നത് എങ്ങനെ? കൊല്ലാൻ വേണ്ടി പ്ലാനിട്ടെടുത്തല്ലേ? ആ രാജാവിന്റെ മുമ്പിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹ് ഉറപ്പ് കൊടുക്കുകയാണ്, ഖാല ലാ തഖാഫ ഫഇന്നനി ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വഅറാ. പോയിക്കോളി, പേടിക്കണ്ട, ഞങ്ങളെ കൂടെ ഉണ്ട്, കണ്ടും കേട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ പോയിക്കോളി. ഫഅതിയാഹു, അവര് ഫിറഔന്റെ കൊട്ടാരത്തിൽ ചെല്ലാണ്. ഫഖൂല, രണ്ടാളും പറയാണ്, ഇന്നാ റസൂല റബ്ബിക, ഞങ്ങൾ നിന്റെ, നോക്കണങ്ങള്, ഞാനാണ് റബ്ബ് എന്ന് പറയുന്ന ഫിറഔനോടാ പറയണേ, നിന്റെ റബ്ബിൽ നിന്നും അയക്കപ്പെട്ട പ്രവാചകന്മാരാകുന്നു ഞങ്ങൾ. ഫഅർസിൽ മഅനാ ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബുഹും. മറ്റു പല പ്രവാചകന്മാർക്കും അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ഉത്തരവാദിത്വം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഏൽപ്പിച്ചിരുന്നു. പ്രവാചകന്മാരുടെ ദൗത്യം ദഅവത്താണ്, പ്രബോധനമാണ്, ഇസ്ലാഹാണ്, സമൂഹത്തിന്റെ നവോത്ഥാനമാണ്. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു കാര്യം കൂടി അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ആ രാജ്യത്തെ ആക്രമിക്കപ്പെട്ടവരായി, ദുർബലരായി, അടിമകളെ പോലെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ബനൂ ഇസ്രായേലിയരെ രക്ഷപ്പെടുത്തണം ഫിറഔന്റെ അതിക്രമങ്ങളിൽ നിന്ന്. വർത്തമാനകാലത്തെ സാഹചര്യങ്ങളുമായി വല്ലാത്ത സാമ്യമുണ്ട് ഈ ചരിത്രത്തിന്. നമ്മൾ സ്വസ്ഥരാണോ, നമ്മൾ പ്രയാസമുള്ളവരാണോ, അതല്ല പ്രശ്നം. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുണ്ടെങ്കിൽ ആ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഒരു ബാധ്യതയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെന്നിട്ട് പറയുന്ന, അള്ളാഹു പറയാൻ ഏൽപ്പിച്ചത് പ്രകാരം അദ്ദേഹം പറയണേ, ഫഅർസിൽ മഅനാ ബനി ഇസ്രായേൽ, നീ ആക്രമിച്ച് ഏറെ പതിതരായി ജീവിക്കുന്ന ബനൂ ഇസ്രായേലിലുണ്ടല്ലോ, അവരെ എൻ്റെ കൂടെ പറഞ്ഞേക്കണം. വലാ തുഅദ്ദിബുഹും, ഇനിമേൽ അവരെ ഉപദ്രവിക്കരുത്. അതാ സംസാരിക്കുന്ന സന്ദർഭം, സാഹചര്യം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഖദ് ജിഇനാക ബിആയത്തിൻ മിർ റബ്ബിക്, വെറുതെ പറയല്ല. ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നത്, നിന്റെ റബ്ബ് ഞങ്ങൾക്ക് കൃത്യമായ അടയാളങ്ങൾ തന്നിട്ടുണ്ട്, തെളിവുകളുണ്ട്. ഞങ്ങൾ നിന്റെ റബ്ബിന്റെ പ്രവാചകന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളോടുകൂടിയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. അപ്പോ അള്ളാഹുവിന്റെ നേർമാർഗത്തെ ആരാണോ പിൻപറ്റുന്നത് അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിലെത്തുന്നു. രാജാവുമായിട്ട് വളരെ നീണ്ട, വളരെ വളരെ ഗഹനമായ സംവാദങ്ങൾ നടക്കുന്നു. അവസാനം ആ രാജാവ് മൂസാ നബിയെയും ബനൂ ഇസ്രായേലരെയും നശിപ്പിക്കാൻ ഒരുങ്ങുന്നു. മൂസാ നബി ബനൂ ഇസ്രായേലരെയും കൊണ്ട് രാമാനം നാടുവിടുന്നു. പിന്നീടുള്ള കഥ നമുക്കറിയുന്ന കഥയാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സമൂഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്താൽ ആ സംരക്ഷണം അള്ളാഹു നിർവഹിക്കുമെന്ന് ഈ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ഇത്രമേൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നേർക്കുനേരെ കണ്ട ഒരു ജനത ഫിറഔനിന്റെ അതിക്രമത്തിൽ നിന്ന് ഒരു പ്രയാസവുമില്ലാതെ അവരെ മോചിപ്പിച്ച് സമുദ്രം രണ്ടായി പിളർത്തി അത്ഭുതകരമായി അവരെ മറുകരയിലെത്തിച്ച് അവർ എത്തിച്ചേർന്ന മരുഭൂമിയിൽ, ഒരു ചെറിയ മരത്തിന്റെ തണല് പോലും ഇല്ലാത്ത മരുഭൂമിയിൽ കാർമേഘം കൊണ്ട് അള്ളാഹു അവർക്ക് തണല് കൊടുത്ത്, ഭക്ഷണം കഴിക്കാൻ ഒരു വറ്റു ചോറോ ഒരു തുള്ളി വെള്ളമോ ഇല്ലാത്ത മരുഭൂമിയിൽ മന്നയും സൽവയും കൊണ്ട് അള്ളാഹു അവരെ സൽക്കരിച്ച്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ ജനത നന്ദി കേട് കാണിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സീനാ പർവ്വതത്തിലേക്ക് വിളിക്കുക 40 ദിവസത്തേക്ക് തൗറാത്ത് കൊടുക്കാൻ വേണ്ടി. ആ തൗറാത്തുമായി മൂസാ നബി തിരിച്ചു വരുമ്പോൾ കാണുന്നത് തന്റെ ജനത
ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനോട് പ്രാർത്ഥിക്കുന്ന, അതിനോട് ആരാധിക്കുന്ന, സുജൂദ് ചെയ്യുന്ന ശിർക്കിന്റെ വലിയ രൂപത്തെയാണ്. അദ്ദേഹം അവരെ ആക്ഷേപിക്കുന്നുണ്ട്, ഉണർത്തുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്, കുറ്റവാളികളെ ശിക്ഷിക്കുന്നുണ്ട്. പിന്നീടുള്ള അദ്ദേഹം ആ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ജീവിതത്തിലെ അടിസ്ഥാനപരമായ സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ലൈൻ ശകർത്തും, അത് കാറിന്റെ ബാക്കിൽ എഴുതി വെക്കാനുള്ള വാചകമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എഴുതി വെക്കേണ്ട വാചക. ലൈൻ ശകർത്തും, അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, പിന്നെയും അല്ലാഹു നിങ്ങൾക്ക് അവന്റെ നിഅമത്തുകൾ ഇങ്ങനെ കൂട്ടിത്തരും. എന്നാൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിച്ചാലോ, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമായിരിക്കും, നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. ആ താങ്ങാൻ പറ്റാത്ത ശിക്ഷയുടെ ഭീകരമായ ലോകത്തിലേക്ക് ബനൂ ഇസ്രായേല്യർ വലിച്ചെറിയപ്പെടുന്ന ചരിത്രം കൂടി ഈ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മൂസാ നബിയുടെ ബനൂ ഇസ്രായേല്യരുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവേണ്ട പാഠങ്ങളാണ്. അല്ലാഹു തആല കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് തഖുല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ബനൂ ഇസ്രായേലിയുടെയും കഥ ഖുർആനിലൂടെ നമ്മൾ വായിക്കുമ്പോൾ 4 കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം. ഒന്നാമത്തേത്, അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളും തീരുമാനങ്ങളും ഈ ലോകത്ത് തടസ്സമില്ലാതെ നടക്കും. മൂസ എന്ന ഒരു കുട്ടി പിറക്കാതിരിക്കാൻ, ബനൂ ഇസ്രായേലിയർക്കിടയിൽ ഒരാൺകുട്ടി ജനിക്കാതിരിക്കാൻ, ഏറ്റവും ക്രൂരമായ, ഏറ്റവും മ്ലേച്ഛമായ, മൃഗീയമെന്ന് പോലും പറയാൻ പറ്റാത്ത അതിലേറെ മോശപ്പെട്ട ഒരു നിയമമാണ് ആ രാജ്യത്ത് നടപ്പാക്കിയത്. ഗർഭിണികളായ മുഴുവൻ സ്ത്രീകളും പ്രസവിക്കുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയിക്കണം. ആണാണെങ്കിൽ ആ കുട്ടിയെ കൊന്നുകളയണം, രാജകൽപ്പനയാണ്. പക്ഷേ ആ ഒരു കൽപ്പന ഉണ്ടായ നാട്ടിലാണ് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതും ആ കുട്ടി ജനിക്കാതിരിക്കാൻ ആ നാട്ടിൽ ഏറ്റവുമേറെ ആഗ്രഹിച്ചവരാരോ ആ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരുന്നതും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലേ? പടച്ചവന്റെ നിശ്ചയങ്ങൾ തടയാൻ ആരുമില്ല, തിരുത്താൻ ആരുമില്ല എന്ന ബോധ്യം ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കിയാൽ, അല്ലേ? വമയ്യ തവക്കല അലല്ലാഹ്, ആരാണോ അല്ലാഹുവേ എൻ്റെ കാര്യത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെ അല്ലാഹുവേ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു, അത് ഖൈറാക്കണേ അല്ലാഹുവേ, ഇനി അത് ഷർറാണെങ്കിൽ പടച്ചോനെ ഞാൻ ക്ഷമിച്ച്, ആ തവക്കുലുണ്ടല്ലോ അതൊരു പ്രതീക്ഷയാണ്. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരോരും സഹായിക്കാനില്ലാതെ ആ മരുഭൂമിയിലെ മരച്ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചില്ലേ, പടച്ചോനെ ഒന്നുമില്ല, പൂജ്യത്തില, നീ എന്ത് തന്നാലും ഇപ്പൊ അതൊക്കെ ആവശ്യമാണ് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ പ്രതീക്ഷ? അള്ളാഹ് സഹായിക്കുന്നല്ലേ. ആ സഹായമുള്ള പിന്നെ നമ്മൾ കാണുന്നത് ആ പെൺകുട്ടിയിലൂടെ, അവരുടെ വാപ്പയിലൂടെ മൂസാ നബി 8-10 കൊല്ലം സുരക്ഷിതമായ ജീവിതത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. തീർന്നില്ല, കടലിന്റെ മുമ്പിൽ, ശത്രുവിന്റെ മുമ്പിൽ ഇനി വഴിയൊന്നുമില്ലല്ലോ എന്ന് വിലപിച്ച ബനൂ ഇസ്രായേലിനോട് മൂസാ നബി പറഞ്ഞില്ലേ, ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബിനെ കൈവിടൂല. ആ പ്രതീക്ഷ. അപ്പൊ ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടെങ്കിലേ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടും. നമ്മൾ വിചാരിക്കും എല്ലാവരും ഉണ്ട്, പക്ഷെ എത്ര പെട്ടെന്ന് അറിയുന്നത് ചില പ്രശ്നത്തിന്റെ മുമ്പിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മളെ നോക്കുന്ന മുഖങ്ങളിലൊക്കെ വെറുപ്പും വിദ്വേഷവും ഉണ്ടാവാൻ ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയ സമയം മതി, ഒറ്റപ്പെട്ടു പോകും. ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ, മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോകുമ്പോൾ ഇനി ആരോടെ റബ്ബേ ഞാൻ അതൊന്ന് പറയാ എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുന്ന അവസരങ്ങൾ ഉണ്ടാവും. അള്ളാഹു ഉണ്ട് അവിടെ. അള്ളാഹു അവൻ എൻ്റെ കൂടെയുണ്ട്. നിരാശയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് പോകാതെ നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമായി നിലനിർത്താൻ ഈ തവക്കുൽ, ഈ ബോധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും. മറ്റൊന്ന്, ഭയപ്പെടാതിരിക്കുക. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന, ആ കൽപ്പന നിർവഹിക്കുന്നതിൽ
ആരെയും ഭയപ്പെടരുത്. നോക്കൂ, നിങ്ങൾ മൂസാ നബിയെ കൊല്ലാൻ വേണ്ടി ആളെ ഒരുക്കി പാതിരാത്രി യോഗം കൂടി തീരുമാനിച്ച യോഗത്തിന്റെ അധ്യക്ഷന്റെ മുമ്പിലേക്ക് മൂസാ നബി തിരിച്ചു ചെല്ലണേ അള്ളാന്റെ കൽപ്പന പ്രകാരം അല്ലേ? എന്നിട്ട് പറയുന്ന വാക്കോ ഇഷ്ടപ്പെടുന്ന വാക്കാണോ? അള്ളാഹുവിന്റെ കൽപ്പന ധൈര്യത്തോടു കൂടി അല്ലേ? ഏറ്റവും നല്ല ജിഹാദ് ഏതാ റസൂൽ പറഞ്ഞേ? ഏറ്റവും വലിയ ജിഹാദ് അതിക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വിളിച്ചു പറയല. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് ചെയ്താൽ അങ്ങനെ ആവൂലേ, ഇങ്ങനെ ആവൂലേ, അങ്ങനെ ആവൂലേ, എങ്ങനെ ആവൂലേ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് 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 നമ്മുടെ ദീന് ചെത്തി 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 ഇപ്പൊ പേര് മാത്രം, പിന്നെ ആധാർ കാർഡിലെ മതമുള്ളൂ, ജീവിതത്തിൽ വല്ലാതൊന്നുമില്ല. അതൊക്കെ നഷ്ടം വരുമെന്ന് കണ്ടപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഒഴിവാക്കിയതാ. അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന മാത്രം പേടിക്കണമെന്ന്. ആ പേടിയതാ പാമ്പിനെ പേടിക്കേണ്ടെന്നല്ല, ആ പേടി തരങ്ങൾ ഈ പേടിയാണ്. അള്ളാഹുവിൻ്റെ ദീന് അത് ചെയ്യുന്നിടത്ത് അതിനാര് എതിര് നിന്നാലും ആ എതിര് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. മൂസാ നബിയുടെ ചരിത്രം അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, നാലാമത്തേതായിട്ട് ഞാൻ ഈ പറഞ്ഞ നന്ദിയുടെയും നന്ദികേടിൻ്റെയും. അള്ളാഹിനോട് നന്ദി കാണിച്ചോ, അള്ളാഹ് സംരക്ഷിക്കും. അല്ല, നന്ദികേട് കാണിച്ചോ, ഈ ലോകത്തും പിന്നെ നാളെ പരലോകത്തും അതിൻ്റെ വേദന നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരിക്കും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായി മനസ്സിലാക്കാനും മറ്റെന്തിനേക്കാളേറെ ഗൗരവത്തോടെ അതിനെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ ജീവിതത്തിൽ പുലർത്തുന്നിടത്തുള്ള ഏതൊരു പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് അതിജയിക്കാൻ അള്ളാഹു നമുക്ക് കരുത്തും കഴിവും നൽകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് إنك مجيب الدعوة يا قاضي الحاجات. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا اغفر لنا ولوالدينا. اللهم رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.